നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപ്തി നായർ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തൃശൂർ. നവംബർ മാസം വേൾഡ് പ്രീ മെച്യൂരിറ്റി മന്ത് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രീ ടേം ലേബർ ആൻഡ് പ്രീ മെച്യൂർ ബർത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ പ്രീ ടേം ലേബർ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40 വീക്സ് ആണ്. 37 വീക്സിന്റെ മുമ്പ് പെയിൻ വരികയാണെങ്കിൽ അതിനെ പ്രീ ടേം ലേബർ എന്നും, ഡെലിവറി ആവുകയാണെങ്കിൽ അതിനെ പ്രീമെച്യൂർ ബർത്ത്, അതായത് മാസം തികയാതെ പ്രസവിക്കുക എന്ന് പറയും. അപ്പോൾ ആരൊക്കെയാണ് ഈ അറ്റ് റിസ്ക് ഓഫ് പ്രീ ടേം ബർത്ത്? കഴിഞ്ഞ പ്രഗ്നൻസി പ്രീ ടേം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രഗ്നൻസിയും പ്രീ ടേം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗർഭാശയകളത്തിന്റെ നീളം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഗർഭാശയകളത്തിൽ എന്തെങ്കിലും സർജറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഗർഭാശയകളത്തിൽ ചെറിയ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയും പ്രീ ടേം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻ പ്രഗ്നൻസീസ്, ട്രിപ്ലറ്റ് പ്രഗ്നൻസീസ് ഒക്കെ ആണെങ്കിൽ പ്രീ ടേം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പ്രഗ്നൻസിയിൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ മൂത്രത്തിൽ പഴുപ്പാവാം, വെജൈനൽ ഇൻഫെക്ഷൻസ് ആവാം, വയറിലെ ഇൻഫെക്ഷൻസ് ആവാം, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ആവാം, പല്ലിലെ ഇൻഫെക്ഷൻസ് വരെ പ്രീ ടേം ബർത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടുന്നു. ഗർഭിണി ആവണേന് മുമ്പ് അമ്മയുടെ വെയിറ്റ് വളരെ കുറവായിട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ കൂടുതലാണെങ്കിൽ, ഒബീസ് മദേഴ്സ് ആണെങ്കിലും പ്രീ ടേം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മദറിന്റെ ഏജ്, ടീനേജ് പ്രഗ്നൻസീസ്, അതായത് 18 വയസ്സിന് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 35 വയസ്സിൽ കൂടുതലാണെങ്കിലും പ്രീ ടേം ബർത്ത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രീ ടേം ലേബറിന്റെ ലക്ഷണങ്ങൾ? ചെറിയ മൈൽഡ് പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടിവയറിലുള്ള വേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് തുടങ്ങാം. വിട്ട് വരുന്ന വേദന, ഇടവിട്ട് വരുന്ന വേദന ഉണ്ടാവാം. വയറ് ടൈറ്റ് ആവണ ഒരു ഫീലിംഗ് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ഒരു കോൺസ്റ്റന്റ് ബാക്ക് പെയിൻ ആയിട്ട് മാത്രം ഉണ്ടാവാം. ചിലവർക്ക് പെയിൻ അല്ലാണ്ട് ഒരു അടിവയറിലൊരു പ്രഷർ അല്ലെങ്കിൽ താഴേക്ക് ഒരു പ്രഷർ തോന്നണ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ഡിസ്ചാർജ് കൂടുതലായിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് ഡിസ്ചാർജിനൊരു കളർ വ്യത്യാസം ഉണ്ടാവാം. ചില ആൾക്കാർക്ക് വെള്ളം പൊട്ടിപ്പോയ പോലെ തോന്നാം. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകണം. ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് അറിയണം. അപ്പൊ മിക്ക സമയവും നമ്മൾക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് മരുന്ന് തന്നിട്ട് പ്രഗ്നൻസി പ്രൊലോങ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത് ഈ മാസം തികയണ വരെ എത്തിക്കാനാണ്. അത് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നല്ല NICU ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്ത് വേണം ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടി പുറത്തേക്ക് വന്നാൽ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രീ ടേം ആയിട്ടുള്ളതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പ്രീ ടേം കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതിനെ നമ്മൾ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് എന്ന് പറയും. റെസ്പിറേറ്ററി ഡിസ്ട്രെസ് വരുമ്പോൾ കുട്ടിക്ക് എക്സ്റ്റേണലി വെന്റിലേറ്ററിന്റെ ആവശ്യം അല്ലെങ്കിൽ ഓക്സിജന്റെ ആവശ്യം കൂടുതലായിട്ട് വരും പ്രസവിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ കുട്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് കുട്ടിയുടെ ഫാറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് ഹൈപ്പോതെർമിയ, അതായത് തണുപ്പ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കുറയാനും സാധ്യത കൂടുതലാണ്. ഇത് പോരാഞ്ഞിട്ട് കുട്ടിയുടെ മഞ്ഞപ്പിത്തത്തിന്റെ അളവും കൂടാൻ സാധ്യതകളുണ്ട്. കുട്ടിക്ക് ബ്രെയിനിലും ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രീ ടേം ബേബീസ് ആവുമ്പോൾ അതിന്റെ ഇനീഷ്യൽ കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞിട്ട് കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, അതായത് ഡെവലപ്മെന്റ് കുറച്ച് ഡിലേ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഹിയറിംഗിന് പ്രശ്നം ഉണ്ടാവാം, ചിലപ്പോൾ ലേണിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം, പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ആൻഡ് ഇൻ സം കേസസ് സെറിബ്രൽ പാൽസി വരെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രീ ടേം ബർത്ത് ഉണ്ടായാലുള്ള കോംപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾക്ക് മാക്സിമം പ്രീ ടേം ബർത്ത് ഉണ്ടാവാതെ നോക്കണം. അപ്പോൾ ഈ നവംബർ മാസം നമ്മൾ പ്ലെഡ്ജ് ചെയ്യുക ടു റെഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് പ്രീ ടേം ബർത്ത്, സ്പ്രെഡ് അവയർനെസ് അബൌട്ട് പ്രീ ടേംസ് ആൻഡ് help prevent preterm. Go see your doctor and take the correct treatment before it is too late. Thank you.